വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 23ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ഇത് കഴിഞ്ഞ ഈ മാസം നടന്ന ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളത് ഒരു 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്, 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. 2, ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. 3, ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. അതായത് ഏപ്രിൽ നടന്ന എക്സാമിന് ഫെബ്രുവരിയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ടിട്ടും അതേപോലെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുമുള്ള ഒരു കറണ്ട് അഫയേഴ്സ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഇലക്ട്രൽ ബോണ്ട് സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന എക്സാമുകളിൽ, അതായത് ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നുണ്ട്, LDC നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇലക്ട്രൽ ബോണ്ട് എന്നും എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നത്, അല്ലേ? ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഇത്രയും വലിയൊരു കേസ് സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാൻ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്നും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നും, ഇതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരാം. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്താ? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രൽ ബോണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടിങ്ങും മറ്റ് സംഭാവനകൾക്കുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ത് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. 2017 അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് ഈ കേന്ദ്ര ബജറ്റിനൊപ്പം ഒരു ഇലക്ട്രൽ ബോണ്ട് സ്കീം അവതരിപ്പിക്കുന്നത്. അതായത് കള്ളപ്പണ നിക്ഷേപം കുറയ്ക്കുക, അതുപോലെ ഫണ്ടിങ്ങിന്, അതായത് രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന ഫണ്ടിങ്ങിൻ്റെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാക്കുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തിൻ്റെ? ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2017 മുമ്പ് എങ്ങനെയായിരുന്നു? ഈ 2017 ഇലക്ട്രൽ ബോണ്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2017 മുമ്പ് എങ്ങനെയായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ടിങ് സ്വീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് ഇടനിലക്കാരില്ലാതെ തന്നെ എന്ത് ചെയ്യായിരുന്നു? ഒരു പൗരന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സംഭാവന ചെയ്യായിരുന്നു. ഓക്കെ, ഇലക്ട്രൽ ബോണ്ടിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഇടനിലക്കാരില്ലാതെ ഏത് പൗരനും എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഏത് പൗരനും എന്ത് ചെയ്യാം? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാം. അത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേരിട്ട് പണമായിട്ട് നൽകാൻ കഴിയും. അപ്പോൾ ഈ നേരിട്ട് പണമായിട്ട് കൈമാറുമ്പോൾ ഇതിൽ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ബോണ്ട് സ്കീം വരുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 20,000-ന് മുകളിൽ ഡൊണേഷൻ നൽകുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യണം? പരസ്യപ്പെടുത്തണം. എത്രയാ? 20,000 രൂപക്ക് മുകളിൽ ഡൊണേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം? ആ രാഷ്ട്രീയ പാർട്ടി പരസ്യപ്പെടുത്തണം. ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിനും ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയും വേണം. അപ്പോൾ ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടികളും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് എത്ര വലിയ സംഭാവന നൽകി കഴിഞ്ഞാലും 20,000 രൂപയിൽ കൂടുതലായിട്ട് എന്തില്ല രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ ഇത് ചെയ്യുന്നത് വഴി ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും എന്തില്ല പാർട്ടികൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കണക്കുകളില്ലാത്ത പണം അഥവാ കള്ളപ്പണം കൂടുതലായിട്ട് പാർട്ടികളുടെ ഡൊണേഷൻ ഫണ്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ആരാ കൊടുത്തതെന്നോ എത്രയാ കൊടുത്തതെന്നുള്ള കാര്യം ആരും എന്തില്ല പുറത്തറിയുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടിമൈസേഷൻ ആണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകുന്ന വ്യക്തിക്ക് ഒരു പാർട്ടിക്കാരിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാവും, അല്ലേ? നമ്മളൊരു പാർട്ടിക്ക് കൊടുക്കുമ്പോൾ മറ്റു പാർട്ടിയിൽ നിന്നുണ്ടാവും സമ്മർദ്ദം ഉണ്ടാവും. അതായത് ഒരു പാർട്ടിക്ക് അവർ ജയിക്കുമെന്ന ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൊണേഷൻ നൽകുന്ന സമയത്ത് അതിൻ്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പാർട്ടി തോറ്റു കഴിഞ്ഞാൽ അവർക്ക് ഡൊണേഷൻ നൽകിയവരെ കണ്ടെത്തിയിട്ട് ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? ജയിച്ച പാർട്ടിക്ക് സാധിക്കും. ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2017 ഇലക്ട്രൽ ബോണ്ട് സ്കീം കൊണ്ടുവരുന്നത്. ആരായിരുന്നു കൊണ്ടുവന്നത്? നമ്മൾ പറഞ്ഞു ആരായിരുന്നു? അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് 2017 ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറയുന്ന സംഭവം ബജറ്റിൽ ഉൾപ്പെടുന്നത്. ഇനി ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണമാണ് ആദ്യം കൊണ്ടുവന്നത്. അതായത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു പണമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിട്ട് നൽകാവുന്ന തുക ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ എന്തായിരുന്നു? ബോണ്ട് വരുന്നതിന് മുമ്പ് 20,000 രൂപയായിരുന്നു. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷം
ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു പണമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിട്ട് നൽകാവുന്ന തുക 2000 രൂപയായിട്ട് നിശ്ചയിച്ച്. ഈ 2000-ന് മുകളിലുള്ള തുക നേരിട്ട് പണമായിട്ട് എന്തായാൻ പറ്റില്ല, കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 2000 രൂപക്ക് മുകളിലാണ് സംഭാവന നൽകുന്നത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, കൊടുക്കാൻ പറ്റില്ല. 2000-ന് മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അത് ഇലക്ട്രൽ ബോണ്ടുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് 2000-ന് മുകളിലുള്ള തുക രാഷ്ട്രീയ പാർട്ടിക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇവർ ആദ്യം സമീപിക്കേണ്ടത് ആരെയാണെന്നറിയോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. SBIനെ ആദ്യം സമീപിക്കണം. അതായത് ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ നേരെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ കഴിയില്ല. അതായത് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന ആൾ, ഇപ്പം ഞാനാണ് സംഭാവന നൽകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, എൻ്റെ KYC ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. എവിടെ, SBIയിൽ ചെന്നിട്ട് ഞാൻ ആർക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം, ഒരു KYC പൂരിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ KYC വിവരങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബോണ്ടുകൾ നൽകുകയുള്ളൂ. ഇത് 1000, 10,000, 1,00,000 അങ്ങനെയായിരിക്കും എന്ത് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ബോണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1000-ൻ്റെ ആണ് കേട്ടോ. ഉയർന്നതിന് പരിധിയൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞ ബോണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1000 രൂപയുടേതാണ്. ഉയർന്നതിന് എന്തില്ല, പരിധിയില്ല എന്നുള്ളതാണ്. ഇനി ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനുള്ള തുകയും എന്തില്ല, നമുക്ക് പണമായിട്ട് നൽകുമെന്നില്ല. അതായത് ഇപ്പോൾ 1,00,000 രൂപയാണ് ഞാനൊരു പാർട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, SBIയിൽ പോയിട്ട് ബോണ്ട് വാങ്ങണം. ഈ ബോണ്ട് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് നേരിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ഈ ഇലക്ട്രൽ ബോണ്ട് വന്നു കഴിഞ്ഞാൽ. അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനുള്ള തുക എന്തില്ല, പണമായിട്ട് നൽകാൻ കഴിയില്ല. എങ്ങനെയായിരിക്കണം, ചെക്ക് അല്ലെങ്കിൽ DD അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്നിങ്ങനെ മാത്രമായിട്ട് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പണം കൈമാറാൻ സാധിക്കുള്ളൂ. എവിടെ, അതായത് SBIയിൽ നിന്നൊരു ബോണ്ട് വാങ്ങണമെങ്കിൽ നമുക്ക് അവിടെ നേരിട്ട് പണം കൊടുക്കാൻ കഴിയില്ല. എങ്ങനെ കൊടുക്കണം, അത് DD ആയിട്ട് അല്ലെങ്കിൽ ചെക്കായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, SBIയിൽ നിന്ന് നമുക്ക് ബോണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തുക അടച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നൊരു ഇലക്ട്രൽ ബോണ്ട് രേഖ നമുക്ക് നൽകും. ഈ ബോണ്ട് എത്ര തുകയുടേതാണെങ്കിലും വാങ്ങിയ തീയതിയും ഇതിലെന്താക്കണം, രേഖപ്പെടുത്തണം. അതായത് എത്ര രൂപയുടേതാണെന്ന് രേഖപ്പെടുത്തണം, അതുപോലെ വാങ്ങിയ തീയതിയും ഇതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്ന ഇലക്ട്രൽ ബോണ്ട് ഏത് പാർട്ടിക്കാണോ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നമ്മൾ അത് കൈമാറും. അങ്ങനെ ഈ പാർട്ടിയുടെ പ്രതിനിധി എന്ത് ചെയ്യണമെന്നറിയോ, 15 ദിവസത്തിനുള്ളിൽ അവർക്ക് അക്കൗണ്ടിൽ ഒരു ബാങ്കിൽ പോയിട്ട് ഈ ബോണ്ട് കൊടുക്കണം. ഓക്കെ, എത്ര ദിവസത്തിനുള്ളിൽ, 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അവരെ അക്കൗണ്ടിലുള്ള ബാങ്കിൽ പോയിട്ട് ഈ ബോണ്ട് കൊടുക്കണം. അങ്ങനെ ഇതെന്ത് ചെയ്യും, അങ്ങനെ അവർ ബാങ്കിൽ കൊടുക്കുന്ന സമയത്ത് ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, SBIയിൽ നിന്ന് തുക എത്തും. ഓക്കെ, 15 ദിവസത്തിനുള്ളിലാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഇഷ്യൂ ചെയ്തതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ അവർക്ക് അവരുടെ അക്കൗണ്ടിലുള്ള ബാങ്കിൽ പോയിട്ട് മാറണം. ഇനി 15 ദിവസം മാത്രമേ എന്തുള്ളൂ, ഒരു ഇലക്ട്രൽ ബോണ്ടിന് കാലാവധിയുള്ളൂ. ഇതിനുള്ളിൽ എന്ത് ചെയ്യണം, വേണ്ടപ്പെട്ട ആളുകൾ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ തുക എന്ത് ചെയ്യുന്നറിയോ, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും കേട്ടോ. ഞാനൊരു ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഇഷ്യൂ ചെയ്ത ഡേറ്റുള്ള ഒരു ബോണ്ട് എന്ത് ചെയ്തു, പാർട്ടി അധികൃതർക്ക് കൊടുത്തു. അവരത് 15 ദിവസത്തിനുള്ളിൽ അവരുടെ അക്കൗണ്ടിലെ ബാങ്കിൽ പോയിട്ട് ആ ബോണ്ട്, SBIയിലെ ബോണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് കൈമാറണം. ഇത് 15 ദിവസത്തിന് ശേഷമാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, അത് ബോണ്ട് ഇഷ്യൂ ചെയ്ത് കിട്ടില്ല. ഒരു ഇലക്ട്രൽ ബോണ്ടിന്റെ കാലാവധി എന്ന് പറയുന്നത് 15 ദിവസമാണ്. 15 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ആ ക്യാഷ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും. ഇനി ആർക്കൊക്കെയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ച് പണം വാങ്ങാൻ കഴിയില്ല. അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം കേട്ടോ. രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, തൊട്ടു മുമ്പ് നടന്ന ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 1% നേടിയ പാർട്ടി ആയിരിക്കണം എന്ത്, ഇലക്ട്രൽ ബോണ്ടിന് അർഹതയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി പണമാക്കാൻ കഴിയില്ല. ഇതിന് നിബന്ധന എന്ന് പറയുന്നത് ഒന്ന്, രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കണം. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് നടന്ന ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണം, ആകെ പോൾ ചെയ്തതിൻ്റെ 1% എന്ത് ചെയ്യണം, നേടിയ 1% വോട്ട് നേടിയ പാർട്ടി ആയിരിക്കണം എന്ത്, ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനുള്ള അധികാരമുള്ളൂ. ഇനി ഇലക്ട്രൽ ബോണ്ടിന്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ട്രൽ ബോണ്ടുകൾ
ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നതിലുള്ള പണം എന്ത് ചെയ്യുക, നേരിട്ട് നൽകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് കുറയും അല്ലേ. കാരണം A to Z കാര്യങ്ങൾ എന്താ, രേഖകൾ വഴിയാണ്, ബാങ്ക് വഴിയാണ്. അതുപോലെ 2000-ന് മുകളിൽ കൊടുക്കാതെ തന്നെ എന്ത് ചെയ്യണം, ബോണ്ട് വഴിയേ നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയാം, ഇതൊരു കള്ളപ്പണം ഒഴുക്ക് കുറക്കാൻ കഴിയും. അതുപോലെ ബോണ്ട് നൽകുന്ന ആൾക്കും രാഷ്ട്രീയ പാർട്ടിക്കും അല്ലാതെ മറ്റാർക്കും ആരാണ് തുക നൽകിയതെന്നോ എത്ര രൂപ നൽകിയെന്നോ അറിയാൻ കഴിയില്ല. അതായത് ഫണ്ടിങ്ങിൽ എന്തുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പോരായ്മ, ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രൽ ബോണ്ടിങ്ങിലെ പ്രധാന പ്രശ്നം ഈ രഹസ്യ സ്വഭാവം തന്നെയായിരുന്നു. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിലെ സുതാര്യതയാണ് ഇതിലൂടെ ഇല്ലാതാവുന്നത്. അതായത് വ്യക്തികൾക്ക് പുറമെ വലിയ കമ്പനികളടക്കം വലിയ വലിയ തുകകൾ എന്ത് ചെയ്യും, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട് കൈമാറും. ഈ പല കമ്പനികളും വലിയ തുകകൾ കൈമാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ വലിയ തുകകൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രൽ ബോണ്ടായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇതൊന്നും എന്തല്ല വോട്ടേഴ്സ് ആയിട്ടുള്ള നമ്മൾ പൊതുജനങ്ങൾക്ക് എന്തില്ല, ഈ കാര്യങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. ഈ കാര്യത്തോടെയാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയിലേക്ക് ഇതൊരു കേസായിട്ട് ഫയൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന നമ്മളല്ല, ഇന്ത്യൻ പൗരന് അവർ വോട്ട് ചെയ്ത പാർട്ടിക്ക് എവിടെ നിന്നെല്ലാം ഫണ്ട് വരുന്നുണ്ടെന്ന് അറിയാനുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള അധികാരമുണ്ടെന്ന വാദമാണ് പ്രധാനമായിട്ട് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നതും ഈ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പരമോന്നത കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായിട്ട് വിധി എഴുതുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രൽ ബോണ്ട് ചെറിയൊരു രൂപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പോയിന്റ് കൂടി നോക്കാം. ആ ക്വസ്റ്റ്യനിൽ വന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ നമുക്ക് ആർട്ടിക്കിൾ പരമായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും ജസ്റ്റ് ഒന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടി നോക്കിയാലോ. ഒന്ന് ഇതാ ഇലക്ട്രൽ ബോണ്ട്. എന്താ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ്, എന്താ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് എന്ത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അല്ലേ. എന്താ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് എന്ത് ഇലക്ട്രൽ ബോണ്ടുകൾ. നേരിട്ട് പണം കൈമാറുന്നതിന് പകരം ബാങ്ക് ലഭ്യമാക്കുന്ന കടപ്പത്രം ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന രീതി കൂടിയാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇത് ഇലക്ട്രൽ ബോണ്ടുകൾ. നേരിട്ട് പണം കൈമാറാൻ സാധിക്കത്തില്ല. ബാങ്ക് ലഭ്യമാക്കുന്ന, ഏത് ബാങ്ക്, SBI ലഭ്യമാക്കുന്ന കടപ്പത്രം അല്ലെങ്കിൽ ബോണ്ട് വഴി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയത്തുള്ളൂ. ഇനി ആർക്കൊക്കെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്, വ്യക്തികൾക്കും കൊടുക്കാം, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ത് കൊടുക്കാം, ബോണ്ടുകളായിട്ട് സംഭാവന നൽകാം. അതുപോലെ SBI ശാഖകളിൽ നിന്ന് വാങ്ങുന്ന ബോണ്ടുകൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് കൊടുക്കാം. ഇത് നാം പറഞ്ഞതാണല്ലേ. അതുപോലെ തന്നെ ഈ എത്ര ദിവസമായിരുന്നു ഒരു ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടിന്റെ കാലാവധി എത്രയായിരുന്നു, 15 ദിവസം മാത്രമേ എന്തുള്ളൂ, ഒരു ഇഷ്യൂ ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അവരുടെ ബാങ്കിൽ പോയിട്ട് ബോണ്ട് കൈമാറണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, 15 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞ് നമ്മൾ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും എന്നും കൂടി പറഞ്ഞിട്ടല്ലേ. ഇനി ഇതാ 1951 ജനാധിപത്യ നിയമത്തിന്റെ സെക്ഷൻ 29 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തതും അതുപോലെ തന്നെ തൊട്ട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ 1% വോട്ട് നേടിയതുമായ പാർട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ബോണ്ടുകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ കഴിയില്ല. എന്ത് ചെയ്യണം, ഒന്ന് 1951 ജനാധിപത്യ നിയമത്തിന്റെ സെക്ഷൻ 29 പ്രകാരം രജിസ്റ്റർ ചെയ്ത പാർട്ടി ആയിരിക്കണം. ഒന്ന് വേറൊന്നും എന്താ പറയുന്നത്, തൊട്ട് മുമ്പ് കഴിഞ്ഞ് ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം, 1% വോട്ട് നേടിയതുമായ പാർട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. ഇനി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിച്ചത് ആരായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു 2017 അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയാണ് എന്ത് ഇലക്ട്രിക് ബോണ്ട് എന്ന് പറയുന്ന ആശയം അവതരിപ്പിക്കുന്നത്. നിലവിൽ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആരാന്ന് ചോദിച്ചാൽ അത് ഭരണ പാർട്ടിയായിട്ടുള്ള BJP തന്നെയാണ് കേട്ടോ. BJP തന്നെയാണ് നിലവിൽ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത്. 2019 മുതൽ 2020 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ബോണ്ടുകളുടെ 76% സ്വീകരിച്ചിരിക്കുന്നത് BJP ആണ് കേട്ടോ. 2019 മുതൽ 20 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ബോണ്ടുകളുടെ 76% സ്വന്തമാക്കിയിരിക്കുന്നത് ആരാ, BJP ആണ്. ഇനി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ
അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ്. ഓക്കെ, ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ്. എന്നാ പ്രഖ്യാപിക്കുന്നത്? 2024 ഫെബ്രുവരി 15. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ സാധനമാണ് ഇത്. 2024 ഫെബ്രുവരി 15 ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഓർത്തു വെക്കുക, 2024 ഫെബ്രുവരി 15 എന്ത് ചെയ്യുന്നത്? ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു വിധി എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സുപ്രീം കോടതി അന്ന് വിധിച്ച വിധിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ: 1. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇറക്കുന്നത് SBI നിർത്തിവെക്കണം. നമ്മൾ പറഞ്ഞായിരുന്നു ആർക്കേ അധികാരമുള്ളൂ ബോണ്ട് കൊടുക്കാൻ? SBIക്ക് മാത്രമേ എന്തുള്ളൂ ബോണ്ട് കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിലെ വിധിയിലെ പ്രധാന നിർദ്ദേശങ്ങളാണ്: 1. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇറക്കുന്നത് SBI എന്ത് ചെയ്യണം? നിർത്തിവെക്കണം. ഓക്കെ. രണ്ടാമത്തത്, 2019 ഏപ്രിൽ 12 മുതൽ ബോണ്ടുകൾ ലഭിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആര് നൽകണം? SBI നൽകണം. 3. പാർട്ടികൾ പണമാക്കി മാറ്റിയ ഓരോ പോളിൻ്റെയും വിവരങ്ങൾ തീയതിയും തുകയും സഹിതം നൽകണം. 4. സുപ്രീം കോടതിയിലെ ഇടക്കാല ഉത്തരവിറക്കിയ 2019 ഏപ്രിൽ 12 മുതൽ ഇതുവരെ നൽകിയ ബോണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷന് SBI നൽകണം. അതുപോലെ ഓരോ ബോണ്ടും വാങ്ങിയ തീയതിയും അതുപോലെ വാങ്ങിയവരുടെ പേരും അത് തുകയും എന്താകണം? വ്യക്തമാക്കിയിരിക്കണം. 5. വാങ്ങിയ ശേഷം ഇതുവരെ പണമാക്കി മാറ്റാത്ത ബോണ്ടുകൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? 15 ദിവസം ആ കാലാവധി എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം എന്ത് ചെയ്യുക? പണം എവിടേക്ക് പോകുന്ന പറഞ്ഞത്? ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? അതിനെക്കുറിച്ചും സുപ്രീം കോടതി പറയുന്നുണ്ട്. അതായത് ബോണ്ട് വാങ്ങിയ ശേഷം ഇതുവരെ പണമാക്കി മാറ്റാത്ത ബോണ്ടുകൾ തിരിച്ചു നൽകണം. ബോണ്ടിന്റെ തുക എന്ത് ചെയ്യണം? വാങ്ങിയവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ ബാങ്കിലേക്ക് മടക്കി നൽകണം. അതിന്റെ കൂടെ പറഞ്ഞൊരു നിർദ്ദേശമാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു സാധനം. എന്താ? ഇലക്ട്രിക്കൽ ബോണ്ട് അല്ല, അത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം 19(1)(a) പ്രകാരം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്നും എന്ത് കണ്ടെത്തിയിട്ട് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന സാധനമാട്ടോ. ഇത് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം 19(1) പ്രകാരം ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അപ്പോൾ എന്താണ്? ഇതൊരു ശരിയായ പ്രസ്താവനയായിരുന്നു അല്ലേ? ഇനി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനമായിട്ടുള്ള കാരണം, അതായത് ഇത് റദ്ദാക്കാനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ: 1. വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവന വിവരവും സമ്മതിദായകർ അറിയേണ്ടത് അത്യാവശ്യമാണ്. വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന നമ്മൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവന വിവരവും ആരറിയണം? വോട്ട് ചെയ്യുന്നതായിട്ടുള്ള നമ്മളും അറിയേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തത്, വ്യക്തികളെയും അതുപോലെ സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തിയിട്ട് സംഭാവന നേടാൻ തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ വഴി ഭരിക്കുന്ന പാർട്ടികൾക്ക് കഴിയും. ഒരു വ്യക്തമായൊരു ഇതാണ്. എന്താ? വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംഭാവന നേടാൻ തിരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ വഴി ഭരിക്കുന്ന പാർട്ടികൾക്ക് കഴിയും. മൂന്നാമത്തത്, സംഭാവന നൽകുന്ന വിവരങ്ങൾ രഹസ്യമാക്കുന്നത് വോട്ട് രേഖപ്പെടുത്തുന്ന സ്വകാര്യതയ്ക്ക് സമാനമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ 4, പ്രത്യുപകാരം പ്രതീക്ഷിച്ചാവാം സ്ഥാപനങ്ങൾ വൻതോതിൽ പണം നൽകുന്നത് എന്ന് പകല് പോലെ വ്യക്തമാണ്. സുപ്രീം കോടതി പറഞ്ഞ കാര്യം കേട്ടോ. ഇതൊക്കെ പ്രത്യുപകാരം പ്രതീക്ഷിച്ചാവാം സ്ഥാപനങ്ങൾ വൻതോതിൽ പണം നൽകുന്നത് എന്ന് പകല് പോലെ വ്യക്തമാണ്. ഇനി 5, തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ഏക വഴി കടപ്പത്ര പദ്ധതിയല്ല. കടപ്പത്രത്തിന്റെ കാര്യത്തിലെ വിവരാവകാശ പരിമിതി പരിഗണിക്കുമ്പോൾ ഈ ലക്ഷ്യം നിറവേറ്റുന്ന മറ്റു വഴികളും ഉണ്ട്. ഇനി 6, രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിധിയില്ലാതെ കോർപ്പറേറ്റുകളുടെ സംഭാവന നേടാൻ വഴിയൊരുക്കുന്ന കമ്പനി കാര്യ നിയമത്തിലെ ഭേദഗതി നിയമവിരുദ്ധമാണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതുണ്ടായിരുന്നു, 3ാമത്തെ പ്രസ്താവനയായിരുന്നു ഇത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിധിയില്ലാതെ കോർപ്പറേറ്റുകളുടെ സംഭാവന നേടാൻ വഴിയൊരുക്കുന്ന കമ്പനി കാര്യ നിയമത്തിലെ ഭേദഗതി നിയമവിരുദ്ധമാണ്. ഇനി തെരഞ്ഞെടുപ്പ് ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട കമ്പനിയിലെ
പഴയ വ്യവസ്ഥകൾ എന്ത് തത്വത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. എങ്ങനെയായിരുന്നു പഴയ വ്യവസ്ഥ? നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു പറയുന്നത്? അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ 20,000 രൂപ വരെയുള്ള സംഭാവനകൾ പേര് വെളിപ്പെടുത്താതെ തന്നെ ആർക്ക്? വ്യക്തികൾക്കും കമ്പനികൾക്കും ആർക്ക് കൊടുക്കാം? രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ കഴിയുന്ന പഴയ സാഹചര്യത്തിലേക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയപ്പോൾ മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന രീതി എന്തായി? 2017 മുമ്പ് എങ്ങനെയാണോ നൽകിയത് അതുപോലെ തന്നെയായിട്ട് മാറി. എങ്ങനെയായിരുന്നു അത്? ഒരു സാമ്പത്തിക വർഷം 20,000 രൂപ വരെയുള്ള സംഭാവനകൾ പേര് വെളിപ്പെടുത്താതെ തന്നെ എന്ത് ചെയ്യുക? വ്യക്തികൾക്കും കമ്പനികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാൻ കഴിയുന്ന പഴയ സാഹചര്യത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കി. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. അല്ലേ? ശരിയാണ് അല്ലേ? ഫെബ്രുവരി 15 അല്ലേ? 2024 ഫെബ്രുവരിയിലാണ് സുപ്രീം കോടതിയിൽ ആരായിരുന്നു? DY ചന്ദ്രചൂഡ് അടങ്ങിയ ഭരണഘടനാ ബെഞ്ചാണെന്ത്? ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ലംഘിക്കുന്നു. അല്ലേ? സുപ്രീം കോടതി വിധിച്ചത് തന്നെയാണ്, നമ്മൾ വായിച്ചു. മൂന്നാമത്തത്, ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. അതും എന്തായിരുന്നു? ശരിയായ പ്രസ്താവന. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാം ശരിയാണ് എന്നുള്ള ആൻസർ ആയിരുന്നു. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ട്രെൻഡിങ് ടോപ്പിക്കാണിത്. വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിലായാലും LDCയിലേക്കായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്.